ഹലോ ഫ്രണ്ട്സ്, അകലെ ലേറ്റസ്റ്റ് റിവ്യൂ. പ്രതാപൻ അനന്തനോട് പറയുക, അത് ഭയമല്ലടോ അനന്തം പിള്ളേ, എനിക്ക് തന്നോടുള്ള അറപ്പും വെറുപ്പുക. എൻ്റെ പ്രസ്ഥാനം അഴിമതിരഹിതമായിരിക്കണമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത് പൊതുജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി ആയിരിക്കണമെന്നും ഞാൻ കരുതുന്നു. ഞങ്ങളൊക്കെ ഭരിക്കുന്നതേ കട്ടുമുടിക്കാനും സ്വത്ത് സമ്പാദിക്കാനും ഒന്നുമല്ല. ഇതൊരു കമ്മിറ്റ്മെൻറ്റാ, പൊതുജനങ്ങളോടുള്ള ഒരു കമ്മിറ്റ്മെൻറ്റ്. പ്രതാപൻ്റെ നേരെ കൈ ചൂണ്ടിക്കൊണ്ട് അനന്തൻ, എടോ ഞാൻ കട്ടുമുടിച്ചെന്നല്ലേ താനിപ്പോൾ പറഞ്ഞുകൊണ്ട് വരുന്നത്? അതിന് എന്താ സംശയം? ഞാൻ എണ്ണി ഓരോന്നായിട്ട് പറയട്ടെ. എന്താടോ പറയട്ടടോ? കാരപ്പാറ മുറിക്കാങ്കോട് പദ്ധതിയിൽ താൻ എത്ര കോടിയാടോ കട്ടത്? വട്ടമല ഡാമിൻ്റെ പേരിൽ കട്ടത് എത്ര കോടിയാണെന്ന് തനിക്ക് വല്ല നിശ്ചയം ഉണ്ടോ? മാനത്തോർ അരുവി റോഡ് നിർമ്മാണ പദ്ധതിക്ക് താൻ കട്ടോണ്ട് പോയത് എത്രയാടോ? മൈൻഡ് യുവർ വേഴ്സ് പ്രതാപൻ ഇങ്ങനെ എണ്ണി ഓരോ കണക്കും അനന്തംപിള്ളയോട് ചോദിക്കുമ്പോൾ അനന്തംപിള്ള ഇങ്ങനെ വെളുത്ത് ചൂളി പോവാണ്. പ്രതാപൻ വിടുന്ന ലക്ഷണമില്ല. താൻ കട്ടുമുടിച്ചതിൻ്റെ ഓരോ രേഖകളും എൻ്റെ കയ്യിൽ തന്നെയുണ്ട്. എൻ്റെ ഷെൽഫിൽ ഞാനത് സൂക്ഷിച്ചു വെച്ചിട്ടുമുണ്ട്. അയ്യോ പ്രതാപ, അത് മാത്രം പറയണ്ടായിരുന്നു. കാരണം തൻ്റെ പെങ്ങൾ അംബികയെ ഈ അനന്തംപിള്ളയുടെ വലങ്കയ്യ. അനന്തംപിള്ളയ്ക്കെതിരെ സൂക്ഷിച്ചിരിക്കുന്ന ആ രേഖകളെല്ലാം എപ്പോൾ അംബിക കൊണ്ടുപോയി കൊടുത്തെന്ന് ചോദിച്ചാൽ മാത്രം മതി. ഞാൻ ഇതുവരെ അത് പുറത്തെടുക്കാത്തതിൻ്റെ കാരണം എന്താണെന്നറിയാവോ? താൻ തിരികെ വരട്ടെ എന്ന് കരുതിയാണ്. പ്രതാപ, ഇതെല്ലാം എന്നോടുള്ള ശത്രുത കൊണ്ട് താൻ പറഞ്ഞു പരത്തുന്നതാ. ഇതെല്ലാം എന്നോടുള്ള വെറും ആരോപണങ്ങൾ മാത്രമാണ്. ഇയാൾക്ക് അന്നും ഇന്നും എന്നും എന്നോട് അസൂയ, മുടിഞ്ഞ അസൂയ അല്ലേടോ? എനിക്കെതിരെ ഇത്രയൊക്കെ ആരോപണങ്ങൾ ഉന്നയിച്ച ഇയാളെ ഞാൻ വെറുതെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല പ്രതാപ വർമ്മേ. അനന്തംപിള്ള എത്രയൊക്കെ പ്രതാപനെ ചൊടിപ്പിക്കാൻ നോക്കിയിട്ടും പ്രതാപൻ നല്ല കൂളായിട്ട് സ്മൈലായിട്ട് തന്നെ ഇരിക്കുവാണ്. അപ്പോൾ ഋതിക കാറിൽ അവിടെ വന്ന് ഇറങ്ങുവാണ്. ഋതികയെ കണ്ടുകൊണ്ട് ആ പാർട്ടി പ്രവർത്തകരൊക്കെ പറഞ്ഞു, ദാണ്ട വർമ്മസാറിൻ്റെ മോള്. പ്രതാപൻ അനന്തനോട് ചോദിക്കും, താൻ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാടോ ഭീഷണിപ്പെടുത്തുന്നത്? എടോ അനന്ത, ഇത്തരം വെടിക്കെട്ടുകളും ഒക്കെ ആയിട്ട് താൻ മേലാൽ പ്രതാപവർമ്മയുടെ അടുത്തോട്ട് വന്നേക്കരുത്. ഞാൻ ഒത്തിരി കണ്ടതാ. കടല് നീന്തി കടന്നവനെ കൈത്തോട് കാണിച്ച് പേടിപ്പിക്കരുത്. അത് കേട്ട് അനന്തംപിള്ള പൊട്ടി ചിരിക്കുവാണ്. എന്നിട്ട് പറയുക, അത് കേട്ടില്ലേ ഇയാളുടെ സ്വഭാവം? ഞാൻ പാർട്ടി സെക്രട്ടറി ആയിട്ടിരുന്ന കാലം മുതൽക്ക് ഇയാൾക്ക് തുടങ്ങിയതാ എന്നോടുള്ള ഇയാളുടെ ഈ അംഗം. ഞാനാണെങ്കിൽ ഇയാൾ കാരണം രാഷ്ട്രീയ ജീവിതം തന്നെ അങ്ങ് മടുത്തുപോയതാ. പ്രതാപൻ പുഞ്ചിരിച്ചുകൊണ്ട് പറയുക, രാഷ്ട്രീയ ജീവിതം മടുത്തുപോയത് കൊണ്ടല്ല, കട്ടും മടുത്തു. ഇനിയും കട്ടാൽ പിടി വീഴുവെന്ന് പേടിച്ചു പോയതാ. വർമ്മേ, മൈൻഡ് യുവർ വേർഡ്സ്. കൂടെ വന്ന രണ്ടുപേരോട് പറയുക, ഞാൻ പറഞ്ഞത് കേട്ടില്ലേ നിങ്ങള്? ഇയാൾക്ക് എന്നോട് അസൂയ മൂത്ത് പകയും വൈരാഗ്യവുമായി. ഒരിക്കലും അടങ്ങാത്ത ഇയാളുടെ ഒരു ചീപ്പ് പക. ഞാൻ തിരികെ വന്നതും കുറെ MLA-മാർ എന്നോട് സ്നേഹം കാണിക്കുന്നതും ഇയാൾക്ക് സഹിക്കാൻ കഴിയുന്നില്ല. ഇയാളുടെ ദുർഭരണം കണ്ട് സഹി കെട്ടിട്ടാ അവരെന്നോടൊപ്പം വരാൻ തയ്യാറായത്. പ്രതാപൻ പറയുക, താൻ കുറെ കോടികൾ എറിഞ്ഞ് MLA-മാരെയും ചില സഹാക്കളെയൊക്കെ വരുതിയിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ടെന്നൊക്കെ ഞാൻ അറിഞ്ഞു. താൻ എന്ത് വേണമെങ്കിലും ചെയ്തോ, പക്ഷെ ഈ പ്രസ്ഥാനത്തെ ബലി കൊടുക്കാൻ ഞാൻ എന്തായാലും സമ്മതിക്കില്ല. അതിനെൻ്റെ ചോര ദാനമായി കൊടുക്കേണ്ടി വന്നാലും ഞാൻ അതിന് സമ്മതിക്കില്ല. അനന്തൻ ഒരു പുച്ഛത്തോടൊരു ചിരിയൊക്കെ പാസ്സാക്കിയിട്ട് പറയുക, പണ്ട് ഞാൻ മുഖ്യമന്ത്രിയാകുമെന്നായിരുന്നു തൻ്റെ ഒരു ഭയം. എടോ അനന്ത, താൻ മുഖ്യമന്ത്രിയായാൽ എനിക്കെന്തോ ഭയം? അത് ജനങ്ങളുടെ കഷ്ടകാലമെന്നല്ലാതെ ഞാൻ എന്തു പറയാനാ? എടോ പ്രതാപ വർമ്മേ, കഷ്ടകാലമേ തനിക്കാടോ വരാൻ പോകുന്നത്? തൻ്റെ കാലശേഷം ഈ അധികാരം ഒരു അനന്തരാവകാശിക്ക് കൈമാറണമെങ്കിൽ അതിന് തനിക്കൊരു മകനുണ്ടോടോ? പ്രതാപനെ ഒന്ന് വിഷമിപ്പിക്കാൻ വേണ്ടി തന്നെയായിരുന്നു അനന്തംപിള്ളയുടെ ആ ഒരു ചോദ്യം. പ്രതാപൻ ഒന്നും മിണ്ടാതെ ഇങ്ങനെ ഇരിക്കുവാണ്. ഒരു പരിഹാസത്തോടെ, എടോ ഉണ്ടോടോ? എനിക്ക് ആൺമക്കൾ 3, 1 3 മക്കളാണ്. എടോ വർമ്മ, ഇയാൾക്ക് ആരുണ്ടോ? രാജുവിനും അത് കേട്ടിട്ട് സങ്കടം വരുന്നുണ്ട്. രാജു ഇങ്ങനെ പ്രതാപവർമ്മയെ തന്നെ നോക്കുവാണ്. ഒരനന്തരവനുള്ളതാണെങ്കിലോ അവനെപ്പറ്റി പറയേ വേണ്ട, ഒരു ഗജ ഫ്രോഡ്. പിന്നെ ഒരു മകളൊക്കെ ഉണ്ട്. അതാണെങ്കിൽ സ്വന്തം മകളാണോ എന്നുള്ള സംശയത്തിലാ പ്രതാപവർമ്മ. ഒരു കൊടുങ്കാറ്റ് പോലെ അല്ല, ഒരു ഭദ്രകാളിയെപ്പോലെ ദാണ്ട നമ്മുടെ ഋതു അകത്തോട്ട് കയറി വന്നിട്ട്, എടോ അനന്തംപിള്ളേ. എല്ലാവരും ഞെട്ടി വിറച്ചങ്ങോട്ട് നോക്കുവാണ് ഋതികയെ തന്നെ. ഇതാരും മധുരയരിച്ച കണ്ണകിയോ? എടോ എന്നും പറഞ്ഞ് അലറിക്കൊണ്ട് ഋതിക അനന്തൻ്റെ അടുത്തോട്ട് വരുമ്പോൾ പ്രതാപൻ, മോളെ വേണ്ട. അപ്പോഴേക്കും പുറത്തു നിന്ന പാർട്ടി പ്രവർത്തകരെല്ലാം ആ റൂമിന് പുറത്ത് ജനലിൽ കൂടെ എല്ലാവരും ഇങ്ങനെ എത്തി നോക്കി നിൽക്കുവാണ്. പ്രതാപവർമ്മയ്ക്ക് തനിക്കുണ്ടായതുപോലെ നാട് മുഴുക്കെ ആൺമക്കളൊന്നും വേണ്ടാടോ, ഈ ഒരൊറ്റ മകള് മതി. പ്രതാപൻ ഇങ്ങനെ അതിശയത്തോടെ ഋതികയെ തന്നെ നോക്കുക.
രാജുവാണ് സന്തോഷത്തിൽ നിൽക്കുവാണ്. പുറത്തു നിൽക്കുന്ന രാഷ്ട്രീയ പ്രവർത്തകരെല്ലാം അത് കണ്ട് വളരെ സന്തോഷത്തോടെ ചിരിച്ചു നിൽക്കുവാണ്. ഇനി താനൊരു ഒറ്റ പ്രാവശ്യമെങ്കിലും എൻ്റെ അച്ഛൻ്റെ ഓഫീസിൽ വന്ന് എൻ്റെ അച്ഛനെ നേരെ ഷൗട്ട് ചെയ്ത് സംസാരിച്ചാൽ തൻ്റെ കർണം ഞാൻ അടിച്ച് പൊളിച്ചു കളയും. പ്രതാപൻ്റെ നേരെ കുരുക്കിടാൻ വന്ന അനന്തംപിള്ള ഇപ്പോൾ ആകെ കുരുക്കിൽ വീണതുപോലായി. ആകെ നാണം കെട്ട് ഞെളിവിരി കൊള്ളുവാണ് അനന്തംപിള്ള. താനൊരു രോഗിയാണെന്നും അടി കിട്ടിയാൽ ചത്തുപോകുമെന്നും എനിക്ക് നന്നായിട്ടറിയാം. തൻ്റെ ഏജിനെ ഞാൻ വകവെക്കില്ല. എൻ്റെ അച്ഛനോട് കളിച്ചാൽ താൻ ഇവിടുന്ന് നേരെ ചൊവ്വേ പോകില്ല. പ്രതാപൻ പറയുന്ന മോളെ വേണ്ട, അച്ഛൻ ക്ഷമിക്കണം. കൊടുക്കേണ്ടവർക്ക് അത് കൊടുക്കേണ്ട സമയത്ത് കൊടുത്തില്ലെങ്കിൽ നമ്മൾ പിന്നെ ദുഃഖിക്കേണ്ടി വരും. എടോ, എൻ്റെ അച്ഛനും അപ്പൂപ്പനും ഒക്കെ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയതേ വയറ്റിപ്പിഴപ്പിനും തന്നെപ്പോലെ കട്ടുമുടിക്കാനും ഒന്നും അല്ല. രാഷ്ട്രീയ പ്രവർത്തനത്തിന് വേണ്ടി കുടുംബം മുതലെടുത്ത് ചിലവാക്കിയിട്ടേ ഉള്ളൂ. ഞങ്ങൾക്കാർക്കും മോഷ്ടിക്കേണ്ട കാര്യമില്ല. അത് കേട്ടതും അനന്തംപിള്ള ചാടി അങ്ങ് എഴുന്നേക്കുവാണ്. എന്നിട്ട് ഹൃതികയോട് പറയുന്ന മര്യാദയ്ക്ക് സംസാരിക്കണം. അതെ, താൻ മര്യാദകേട് പറഞ്ഞതുകൊണ്ടാ ഞാനും ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. ഞാൻ സംസാരിക്കുന്നതെല്ലാം സത്യങ്ങളാ, അല്ലെങ്കിൽ അത് അവർ പറയട്ടെ എന്നും പറഞ്ഞ് ഹൃതിക ജനലിൻ്റെ അടുത്തോട്ട് ചൂണ്ടിക്കാണിക്കുമ്പോൾ അവിടെ മൊത്തം ആൾക്കാരിങ്ങനെ നിൽക്കുവാണ്. അനന്തംപിള്ള അതുകൂടെ കണ്ടപ്പോഴേ ആകെ നാണിച്ചു പോയി. കണ്ടോ, നിങ്ങൾ കണ്ടോ എന്നിങ്ങനെ ഹൃതിക വീണ്ടും ചോദിക്കുക. ആർക്കും ഒരു അഭിപ്രായ വ്യത്യാസമില്ല. തനിക്ക് പൊതുജനങ്ങളോടൊരു കമ്മിറ്റ്മെൻറ്റ് പോലും ഇല്ല. കട്ടുവാരി സ്വരുക്കൂട്ടാൻ മാത്രമാണ് താൻ പൊളിറ്റിക്സും കൊണ്ട് നടക്കുന്നത്. അത് കേട്ടതും അനന്തംപിള്ള ദേഷ്യത്തോടെ മതിയടി പ്രസംഗിച്ചത്. ഹൃതികയും വിടാൻ പ്ലാനില്ല. പറയാനുള്ളത് മുഴുവൻ പറഞ്ഞിട്ട് ഈ ഹൃതിക നിർത്തത്തുള്ളൂ. പാവങ്ങൾക്ക് കൊടുക്കേണ്ട റേഷനറിയിൽ കൈയിട്ട് വാരി, അത്താഴ പട്ടിണിക്കാരൻ്റെ അന്നത്തിലും കൈയിട്ട് വാരി, തൊട്ടതിനൊക്കെ കമ്മീഷന് വാങ്ങിയ താൻ കോടീശ്വരനായത്. എന്നിട്ട് കള്ളക്കേസൊക്കെ പൊങ്ങുമെന്ന് പേടിച്ച് കുറച്ചു കാലം വിദേശത്തേക്ക് പോയി. ക്യാഷൊക്കെ അവിടെ നിന്ന് ഉണ്ടാക്കിയതാണെന്നൊക്കെ ഒരു കണക്കുമൊക്കെ ഉണ്ടാക്കി തിരികെ വന്നു. പിന്നെയും പൊളിറ്റിക്സ്. തേച്ച് വടിച്ച് ഇരുമ്പ് മുറ പോലുള്ള ഷർട്ടും മുണ്ടുമൊക്കെ ഇട്ട് ഞെളിഞ്ഞു നിന്ന് പ്രതാപവർമ്മയെന്ന എൻ്റെ അച്ഛനോട് വലിയ വർത്തമാനമൊന്നും പറയാൻ വന്നേക്കരുത്. അങ്ങനെ എന്തെങ്കിലും വന്നു പറഞ്ഞാൽ തൻ്റെ നാവ് പിഴുതെടുക്കാനേ പ്രതാപവർമ്മയ്ക്ക് ആൺമക്കൾ വേണമെന്നൊന്നുമില്ല. ഈ ഒരു പെൺമകൾ തന്നെ ധാരാളം. മനസ്സിലായോടോ തനിക്ക് എന്നിങ്ങനെ ഹൃതിക ദേഷ്യത്തിൽ പറയുമ്പോൾ അനന്തംപിള്ള കൂട്ടിക്കൊണ്ടുവന്ന ഒരുത്തൻ എളുപ്പം അങ്ങോട്ട് ഹൃതികയുടെ അടുത്ത് ചെന്നിട്ട് പറയുക, ഇതേ അവർ തമ്മിലുള്ള പ്രശ്നമാണ്, അതുകൊണ്ട് അവർ തങ്ങളങ്ങ് സംസാരിച്ചോളൂ. നിങ്ങളാരാ അനന്തംപിള്ള സാറിനെ ചോദ്യം ചെയ്യാൻ? അത് കേട്ടത് രാജു മാറി നിൽക്കടാ അങ്ങോട്ട്. ഇതാരാണെന്ന് അറിയണോ? പ്രതാപവർമ്മ സാറിൻ്റെ മകളാ. അച്ഛൻ്റെ നേരെ വെല്ലുവിളി ഉയർത്തിയാലേ ഏത് മകളും റിയാക്ട് ചെയ്യും. താനങ്ങോട്ട് മാറി നിന്നില്ലെങ്കിലോ എന്നിങ്ങനെ പറയുമ്പോൾ രാജു അവൻ്റെ നെഞ്ചത്ത് പിടിച്ചൊരു തള്ളു തള്ളിയിട്ട് ദാണ്ടെ ഇങ്ങനെ അങ്ങോട്ടങ്ങ് മാറ്റും. അനന്തംപിള്ളയ്ക്ക് കിട്ടിയ അപമാനമൊന്നും സഹിക്കാൻ പറ്റുന്നില്ല. അനന്തംപിള്ള പറയുക, ഇതുവരെയും അനന്തംപിള്ളയുടെ മുഖത്ത് നോക്കി ഒരു പെണ്ണും ഇതുവരെ ഇതുപോലെ സംസാരിച്ചിട്ടില്ല. അത് കേട്ടിട്ട് ഹൃതിക പറയാം, അതിനെന്താ ഇപ്പോഴൊരു പെണ്ണ് സംസാരിച്ചില്ലേ? തനിക്കെന്നെ എന്ത് ചെയ്യാൻ പറ്റുമോടോ എന്ന് ചോദിക്കും. എടി എന്നും പറഞ്ഞ് അനന്തൻ കൈവോക്കുവാണ് ഹൃതികയെ അടിക്കാനായിട്ട്. അനന്ത എന്ന് വിളിച്ചോണ്ട് പ്രതാപനും ചാടി എഴുന്നേറ്റു. അനന്തനെ തല്ലാൻ തന്നെ രാജു ഒരുങ്ങി ഇങ്ങനെ നിൽക്കുവാണ്. തീപാറുന്ന കണ്ണുകളോടെ പ്രതാപനിങ്ങനെ അനന്തനെ നോക്കുമ്പോൾ പെട്ടെന്ന് അനന്തൻ ആ കൈ അങ്ങ് താഴോട്ടിട്ടിങ്ങനെ നോക്കി നിൽക്കുവാണ്. എൻ്റെ മോളെ നീ തൊട്ടുപോയാൽ നിന്റെ ഒരു കൈ മാത്രമല്ല, നിന്റെ രണ്ട് കൈയും പിന്നെ ഉണ്ടാവില്ല. ഇപ്പം നിന്നെ ഞാനൊന്നും ചെയ്യുന്നില്ല, പക്ഷേ എൻ്റെ മകളോട് ക്ഷമ ചോദിച്ചിട്ട് നീ ഇവിടുന്ന് പോയാൽ മതി. വലിയ പരിഹാസത്തോടെ പുച്ഛിച്ചിട്ട് അനന്തംപിള്ള പറയാ, ഹ നിന്റെ മകളോട് ഞാൻ ക്ഷമ ചോദിക്കാനോ? പോയി പണി നോക്കടോ. എന്നാൽ അവളോട് ക്ഷമ ചോദിക്കാതെ അനന്ത നീ ഇവിടുന്ന് പോവില്ല. നീ പോകില്ല. അത് മാത്രമല്ല, നിനക്ക് ഇവിടുന്ന് പോകാനും പറ്റത്തില്ല. എങ്കിലും എനിക്കതൊന്ന് കാണണമല്ലോ എന്നും പറഞ്ഞ് അനന്ത വീണ്ടും പൊട്ടിപ്പൊട്ടി ചിരിക്കുവാണ്. എന്നിട്ട് പുറത്തോട്ട് പോകാനൊരുങ്ങിയ അനന്തനെ രാജു പിടിച്ചൊരു നിർത്ത്. എന്നിട്ട് രാജു പറയുക, കയ്യും കാലും ഒന്നും ഒടിയാതെ തനിക്കിവിടുന്ന് നേരെ നടന്ന ആ കാറിൽ ചെന്ന് കയറണമെങ്കിൽ ഹൃതിയോട് മാപ്പ് ചോദിക്കടോ. എന്താ പറഞ്ഞത് കേട്ടില്ലേ? എടോ, തന്നോടാ പറഞ്ഞത് ഹൃതിയോട് മാപ്പ് ചോദിക്കാൻ. എടോ വർമ്മേ എന്നും പറഞ്ഞിങ്ങനെ അലറുവാണ്. പ്രതാപൻ നിന്ന് ചിരിക്കുന്നു. എൻ്റെ അനന്ത, അതല്ലാതെ ഇനി മറ്റൊരു പോമഴി ഇല്ലല്ലോ എന്നിങ്ങനെ പ്രതാപനും പറയുക. ഇവിടുന്ന് തടി കേടാതെ പോവുകയും വേണം. എന്ത് ചെയ്യണമെന്നറിയാതെ അനന്തംപിള്ള ഇങ്ങനെ വിഷമിച്ച് നിൽക്കുക. പുറത്ത് നിൽക്കുന്നവരൊക്കെ ഇങ്ങനെ കളിയാക്കി ചിരിക്കുന്നുണ്ട്. പ്രതാപൻ എന്നിട്ട് അനന്തനോട് പറയുന്നുണ്ട്, അവളുടെ കാലയിലൊന്നും തൊട്ട് തൊഴുകയൊന്നും വേണ്ട, മാപ്പ് പറഞ്ഞാൽ മാത്രം മതി. വേറെ യാതൊരു നിവൃത്തിയില്ലെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അനന്തംപിള്ള ഒരിഷ്ടമില്ലാത്ത രീതിക്ക് മാപ്പ് എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ഹൃതിക പറയുക, ഇനിയെങ്കിലും പോയി ഒരു മനുഷ്യനായിട്ട് ജീവിക്കണോ?
അങ്ങനെ അവിടുന്ന് കിട്ടിയ അപമാനഭാരമൊക്കെ കൊണ്ട് അനന്തംപിള്ള ഇങ്ങനെ വെളിയിലോട്ട് വരുമ്പോൾ ദാണ്ട നിൽക്കുന്നത് അവിടെ നിൽക്കുന്ന അണികളെല്ലാം കൂകി വിളിച്ച് കളിയാക്കുന്നു. പ്രതാപൻ ഇതുവരെയും കണ്ടിട്ടില്ല ഋതിക ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. പ്രതാപൻ അങ്ങോട്ട് വിശ്വസിക്കാൻ പോലും കഴിയുന്നില്ല. സന്തോഷത്തോടെ ഇങ്ങനെ ഋതികയെ തന്നെ നോക്കി നിൽക്കുവാണ്. അനന്തംപിള്ളയെ കൂകി വിളിക്കുന്നതിനകത്ത് മത്സരിച്ച് കൂവാണ്. അവർ ചോദിക്കുന്നത് എന്തൊക്കെയായിരുന്നു വന്നപ്പോഴേ. പെട്ടെന്ന് അനന്തംപിള്ള അവിടുന്ന് ഒരു പിടി മണ്ണിങ്ങോട്ട് വാരി കൈ പിടിച്ചോണ്ട് പറയുക, 33 കോടി ദൈവങ്ങളെ സാക്ഷി നിർത്തിക്കൊണ്ട് ഞാൻ പറയുക, ഈ ഒരു പിടി മണ്ണ് സത്യമാണെങ്കിൽ ഈ വർമ്മയെയും മകളെയും ഞാൻ എൻ്റെ കാൽക്കൽ വീഴിക്കും. ഇത് സത്യം സത്യം സത്യമെന്ന് 3 പ്രാവശ്യം സത്യമൊക്കെ ചെയ്യുന്നുണ്ട് അനന്തംപിള്ള. എന്നിട്ട് കാറിൽ കയറി ദേഷ്യത്തോടിങ്ങനെ പോകുന്നുണ്ട് അനന്തംപിള്ള. പുലിയെ പോലെ പാഞ്ഞു വന്ന അനന്തംപിള്ള എലി പതുങ്ങി മാളത്തിലോട്ട് പോകുന്ന പോലെയാണ് പോകുന്നത്. ഋതികയോട് പ്രതാപൻ ചോദിക്കുന്നത്, നീ എന്തിനാ ഈ ഓഫീസിലോട്ട് വന്നത്? അത് ഞാനും രാജു കൂടെ ഔട്ടിങ്ങിന് പോകാൻ തീരുമാനിച്ചിരുന്നു. ഇവിടേക്ക് വരാൻ രാജു എന്നോട് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. രാജു വിളിച്ചതുകൊണ്ട് നീ വന്നു, അതൊക്കെ. പക്ഷേ ആവശ്യമില്ലാത്ത കാര്യത്തിന് നീ എന്തിനാ കയറി ഇടപെട്ടത്? അത് ഞാനും ആ അനന്തനും തമ്മിലുള്ള രാഷ്ട്രീയ വൈരാഗ്യം. ആ തർക്കത്തിൽ കയറി നീ എന്തിനാ ഇടപെട്ടതെന്നാണ് ഞാൻ ചോദിക്കുന്നത്. എന്താ നിനക്ക് മറുപടി ഇല്ലേ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ അവിടെ ഇരിക്കുന്ന ഗോപി സാറ് പറയും, എന്താ പ്രതാപ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്? കുട്ടി ചെയ്തതൊരു വലിയ കാര്യമല്ലേ? അല്ല ഗോപിയേട്ടാ, അത് ഞാൻ ചോദിച്ചതിന് പ്രതാപൻ ആദ്യം മറുപടി പറ. അവൻ പത്തിവിരി ചാടാൻ തുടങ്ങിയപ്പോഴാ പ്രതാപന്റെ മോള് കയറി ഇടപെട്ടത്. ഒരു മകള് ചെയ്യേണ്ട കടമയല്ലേ ഈ മോള് ചെയ്തത്? ഗോപിയേട്ടാ, അത് ഗോപിയേട്ടൻ പറഞ്ഞത് ശരിയാണ്. അപ്പോൾ രാജുവും പറയുന്നുണ്ട്, കിട്ടേണ്ടത് കിട്ടിയപ്പോഴാ അനന്തൻ അടങ്ങിയത്. ഋതിക വിഷമത്തോടെ പറയുക, അച്ഛൻ്റെ മുന്നിൽ വെച്ച് ഞാൻ ആ മനുഷ്യനോട് ദേഷ്യപ്പെട്ട് സംസാരിച്ചതിൽ അച്ഛൻ എന്നോട് ക്ഷമിക്കണം. അച്ഛൻ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, വെട്ടാൻ പോന്ന പോത്തിനോട് വേദം ഓതിയിട്ട് കാര്യമില്ലെന്ന്. ചില ആളുകൾക്ക് അവരർഹിക്കുന്ന മറുപടിയേ കൊടുക്കാവുള്ളൂ എന്ന്. അമ്മ അച്ഛനെ പിരിഞ്ഞിട്ട് വർഷം 10-20 അച്ഛൻ അക്കാലത്ത് മറ്റൊരു വിവാഹം കഴിച്ചിരുന്നെങ്കിൽ അച്ഛന് അച്ഛൻ്റെ ഗുണങ്ങളൊക്കെ ഉള്ള ഒരു മകൻ ജനിക്കുമായിരുന്നു. പക്ഷേ അച്ഛൻ മറ്റൊരു വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കുക പോലും ചെയ്തില്ല. അതും എനിക്ക് വേണ്ടിയാണ്, എന്നെ സ്നേഹത്തോടെ വളർത്താൻ വേണ്ടിയാ. അച്ഛന് മകനായും മകളായും ഞാൻ മാത്രമേ ഉള്ളൂ. എൻ്റെ അച്ഛനൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ഞാൻ ഉണ്ടാകേണ്ടതല്ലേ അച്ഛാ? എൻ്റെ അച്ഛനെ ആരെങ്കിലും വഴക്ക് പറയുന്നതോ വേദനിപ്പിക്കുന്നതോ അത് കേട്ട് നിൽക്കാനൊന്നും എന്നെ കൊണ്ട് കഴിയില്ല. അച്ഛനാണ് എൻ്റെ ലോകം. ഇതെല്ലാം കേൾക്കുമ്പോൾ പ്രതാപൻ്റെ ഹൃദയം പിടയ്ക്കുവാണ്. പ്രതാപൻ്റെ കണ്ണുകൾ നിറയുന്നുണ്ട്. അച്ഛൻ്റെ ഏത് കാര്യത്തിലും സങ്കടത്തിലും സന്തോഷത്തിലും എല്ലാം ഞാനുണ്ടാവും. സന്തോഷം കൊണ്ട് പ്രതാപൻ ഒന്നും പറയാൻ വാക്കുകൾ കിട്ടുന്നില്ല. വിങ്ങി പൊട്ടിക്കൊണ്ട് മോളെ എന്ന് വിളിക്കുന്നു. എൻ്റെ മോളെ വിഷമിപ്പിക്കാനൊന്നും അല്ല അച്ഛൻ പറഞ്ഞത് എന്നും പറഞ്ഞ് പ്രതാപൻ ഋതികയെ അടുത്ത് നിർത്തിക്കൊണ്ട് പറയുക, ആ അനന്തംപിള്ള ഒരു സംസ്കാരമില്ലാത്തവന്. അവനോട് മോള് കയറി സംസാരിച്ച് അവനവൻ്റെ വില കളയുന്നതിലേ അച്ഛന് സങ്കടമുള്ളു. പോട്ടെ, എന്തായാലും നന്നായി. എൻ്റെ മോൾ അച്ഛനേക്കാളും വലിയ ആളായിപ്പോയെന്ന് തിരിച്ചറിയാൻ പറ്റിയല്ലോ. ശരി മോള് ചെല്ല്, രാജു മോളെ കൂട്ടിക്കൊണ്ട് പോ. അങ്ങനെ രാജു ഋതികയെ അവിടുന്ന് പോവുകയാണ്. പ്രതാപവർമ്മയും ഗോപിസാറും മാത്രമേ ഉള്ളൂ. അങ്ങനെ രാജുവും ഋതികയും കൂടെ പുറത്തോട്ട് വരുമ്പോൾ അവിടെ നിൽക്കുന്ന അണികളെല്ലാം കൂടെ ഋതിക വർമ്മ കീ ജയ്, ഋതിക വർമ്മ കീ ജയ് എന്നും പറഞ്ഞ് മുദ്രാവാക്യം വിളിക്കുവാണ്. ഗോപിസാർ പ്രതാപനോട് പറയുന്നു, പ്രതാപ, പാർട്ടി പ്രവർത്തകരുടെ മുദ്രാവാക്യം വിളി കേട്ടോ? ഋതിക മോൾക്ക് വേണ്ടിയാ. മഹാദേവ വർമ്മ സാറിന്റെ കൊച്ചുമോളല്ലേ. രാഷ്ട്രീയത്തിൽ പ്രവേശിക്കാൻ ഇതിലും വലിയ പ്രൊഫൈൽ ഇനി എന്തിനാടോ? അതിന് രാഷ്ട്രീയത്തിൽ പ്രൊഫൈലാണോ ഗോപിയേട്ടാ വേണ്ടത്? ഇതും നൈസർഗികമായ ഒരു കാര്യം തന്നെ അല്ലേ, ജനസേവനം. വലിയ സന്തോഷത്തോടെ ഒരാൾ അകത്തോട്ട് കയറി വന്നിട്ട് പറയുന്നു, സാറേ, അനന്തംപിള്ളയ്ക്ക് കൊടുക്കാനുള്ളത് ഋതുമോള് കൊടുത്തു. ഞങ്ങളിപ്പോൾ അതിൻ്റെ സന്തോഷത്തില് മതിയിടൂ, അവരോട് നിർത്താൻ പറയാം. അതൊക്കെ അവരുടെ ആവേശമല്ലേ പ്രതാപ? ഇപ്പോഴൊരു കാര്യം വർമ്മ സാറിന് മനസ്സിലായില്ലേ? ആ അനന്തംപിള്ളയ്ക്ക് കാശ് കൊടുത്ത് നേതാക്കന്മാരെ വേണമെങ്കിൽ വിലക്കെടുക്കാൻ പറ്റും, പക്ഷെ അണികളെ കിട്ടില്ല. ഗോപി സാർ പറയുക, 3 ആൺമക്കളുണ്ടെന്നും പറഞ്ഞ അനന്തംപിള്ള ഇവിടെ കാണിച്ച അഹങ്കാരം. പ്രതാപന്റെ 100 ആൺമക്കളുടെ ചുണയുള്ള ഒരു പെൺമകൾ തീർത്തു കൊടുത്തില്ലേ? അവളാണ് സാക്ഷാൽ പുലിക്കുട്ടി. മകൾ ഉണ്ടാവുന്നെങ്കിൽ ഇങ്ങനെ തന്നെ വേണം. അതിന് ഗോപിയേട്ട, എൻ്റെ മുന്നിലെ ഒരു പാവക്കുട്ടിയെ പോലെയാണ് എൻ്റെ മോള്. എൻ്റെ അനക്കം കേൾക്കുമ്പോൾ ഭവ്യതയോടെ മാറി നിൽക്കും. ഇതെൻ്റെ ഋതുമോള് തന്നെയാണോ ഇങ്ങനെയൊക്കെ ചെയ്തതെന്നോർത്ത് ആ അത്ഭുതം ഇപ്പോഴും എന്നെ വിട്ടുമാറിയിട്ടില്ല. അതിന് അത്ഭുതപ്പെടാൻ എന്തിരിക്കുന്നു പ്രതാപ? ഇതിനെയൊക്കെയാണ് പറയുന്ന പൈതൃക ഗുണമെന്ന്. ഉദ്ദേശം 10-24 കൊല്ലം മുമ്പ് രാഷ്ട്രീയത്തിൽ പ്രവേശിച്ച് പല കൊമ്പന്മാരെയും അഴിമതിക്കാരെയും മുട്ടുകുത്തിച്ച ആ പ്രതാപവർമ്മയുണ്ടല്ലോ, ആ പ്രതാപവർമ്മയാണ് ഇന്ന് ഞാൻ ഋതിക മോളിൽ കണ്ടത്.
ആ മകൾ പ്രതാപവർമ്മയുടെ അഭിമാനമാണ്, അതിലൊരു സംശയവും വേണ്ട. അപ്പോൾ ഫ്രണ്ട്സ്, പ്രതാപൻ്റെ മനസ്സിലും ഹൃദയ തൻ്റെ മകളാണെന്നുള്ള ഉറച്ച വിശ്വാസം വരുന്നുണ്ട്. ഇനി പ്രതാപൻ തന്നെ പതുക്കെ മനസ്സിലാക്കും പത്മാവതി തന്നെ ചതിച്ചിട്ടില്ലെന്നും ചതിച്ചത് അംബികയാണെന്നും പ്രതാപൻ മനസ്സിലാക്കും. അതിന് മുമ്പ് തന്നെ സരസ്വതിയമ്മയും പത്മാവതിയും ചേർന്ന് അംബികയ്ക്ക് കൊടുക്കാനുള്ളത് കൊടുത്തിരിക്കും. ഇതിനെക്കുറിച്ചുള്ള റിവ്യൂമായി നമുക്ക് നാളെ കാണാം. എൻ്റെ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻസും, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.